ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷെയർ ഫോക്കസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബനാന വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ 3 നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ബനാന ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. പഴം നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. പഴം നന്നായി ഉടഞ്ഞതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. അത്യാവശ്യം വലിയൊരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൂടെ 1/2 കപ്പ് മൈദ ചേർക്കുക. ഇത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് റെഡി ആയിരിക്കുന്നു. ഇനി ഇത് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക. ആദ്യം തയ്യാറാക്കി വെച്ച ബനാന പേസ്റ്റ് പരത്തി കൊടുക്കുക. നല്ലതുപോലെ പരത്തിയതിനു ശേഷം ഇത് കൈകൊണ്ട് റോൾ ചെയ്തെടുക്കുക. ചെയ്തതിനു ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
കോരിയെടുക്കണം. ബ്രൗൺ നിറമാവുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. ടേസ്റ്റിയായ ബനാന സ്നേക്ക് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.